ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസ് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുടെ ഡിസ്കഷൻസ് നിങ്ങളുടെ ആക്ച്വൽ എക്സാമിന്, ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറിയുടെ മോഡൽ എക്സാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൺ വേർഡ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. 16 മാർക്കാണ് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഒരു മാർക്കും തന്നെ നമുക്ക് നഷ്ടപ്പെടാതെ ഫുൾ മാർക്ക് ഇതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യണം. സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ളൊരു ഐഡിയ, സ്ട്രാറ്റജീസ് ഉണ്ടായാൽ മതി. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏർലിയർ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, നൗ ഇറ്റ് മിയർലി എ ലീഗൽ റൈറ്റ്. മെൻഷൻ ദ കറന്റ് ആർട്ടിക്കിൾ ഡീലിംഗ് വിത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി. മുമ്പ് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു, എന്നാൽ ഇപ്പോൾ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ്, സാധാരണ നിയമമാണ്. ഈ അവകാശത്തെ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏർലിയർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്ന സമയത്ത് ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 31 അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആർട്ടിക്കിൾ 300A 300A എന്നാണ് ആൻസർ. 300A എന്ന് എഴുതിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റഗറൈസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കോളത്തിൽ ഉൾപ്പെടുത്താനാണ്. സം ബോറോവ്ഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആർ ഗിവൺ. ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ജുഡീഷ്യൽ റിവ്യൂ, ദെൻ കോഷി ഫെഡറൽ ഫോം, ദെൻ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, റൂൾ ഓഫ് ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദെൻ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, റെസിഡ്യൂവൽ പവർ ആൻഡ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യൽ. ഇതിൻ്റെ മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലുള്ള വേർഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയുന്നത് ആദ്യം ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? US കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് US കോൺസ്റ്റിറ്റ്യൂഷനാണ്. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ഫസ്റ്റ് ദ ഫാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെ, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയും എടുത്തിട്ടുള്ളത് US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, ദെൻ ജുഡീഷ്യൽ റിവ്യൂ ഏതെടുത്തിട്ടുള്ളതും US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഈ 3 എടുത്തിട്ടുള്ളത്, അതായത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ. ദെൻ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഓക്കെ, ദെൻ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, ദെൻ റൂൾ ഓഫ് ലോ. ഇതെല്ലാം എടുത്തിട്ടുള്ളത്, റൂൾ ഓഫ് ലോ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഏതൊക്കെയാണ്? ലോ മേക്കിംഗ് പ്രൊസീജിയർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫാസ്റ്റ് സിസ്റ്റം, ദെൻ റൂൾ ഓഫ് ലോ. ഇതെടുത്തിട്ടുള്ളതൊക്കെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ദെൻ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2 ഒന്ന് അത് ഞാൻ വേറെ, കോഷി ഫെഡറൽ സിസ്റ്റം കനേഡിയയിൽ നിന്നാണ്. ദെൻ റെസിഡിയൽ പവറും കനേഡിയയിൽ നിന്നാണ്. ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഉണ്ട്. ഓരോന്നിനും 1/2 മാർക്ക് വീതം, ശരിയായ ഓരോന്നിനും 1/2 മാർക്ക് വീതമായിരിക്കും മാർക്ക് നിങ്ങൾക്ക് തരാറുണ്ടാവുക. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ദെൻ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ റൂൾ ഓഫ് ലോയും അതുപോലെ തന്നെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതൊക്കെ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനും, ദെൻ കോഷി ഫെഡറൽ സിസ്റ്റം അതുപോലെ തന്നെ റെസിഡ്യൂവൽ പവറും ഇതെടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനും ആണ്. ഇതാണ് ആൻസർ. ഇത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇൻ ഇന്ത്യ പ്രൊപ്പറേഷൻ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം
ഈസ് അഡോപ്റ്റഡ് ഫോർ ദ ഇലക്ഷൻ ടു. ഇന്ത്യയിൽ ഡാഷ് തെരഞ്ഞെടുപ്പിന് ആനുപാതിക പ്രാതിനിധ്യ നിയമമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ലോക്സഭ അല്ല, ലോക്സഭ തെറ്റാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് തെറ്റാണ്. സംസ്ഥാന നിയമസഭ തെറ്റാണ്. രാജ്യസഭ ഇസ് ദ റൈറ്റ് ആൻസർ. രാജ്യസഭ ഇസ് ദ റൈറ്റ് ആൻസർ. രാജ്യസഭ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും ഇതുപോലെ തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 ഉത്തരം എഴുതിയ സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലേ. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ അധികാരങ്ങളാണ്. ഒന്ന് അപ്പാലിറ്റി ജൂറിസ്ഡിക്ഷൻ പറയുന്നുണ്ട്, അപ്പീൽ അധികാരം പറയുന്നുണ്ട്. ദെൻ നമുക്ക് എഴുതാം, ഫസ്റ്റത്തെ എഴുതാം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അതിൻ്റെ തനതായിട്ടുള്ള അധികാരം. മലയാളത്തിൽ എഴുതണമെങ്കിൽ തനതായ അധികാരം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, തനതായ അധികാരം. ദെൻ റിട്ട് അധികാരം, റിട്ട് ജൂറിസ്ഡിക്ഷൻ. റിട്ട് അധികാരം. ഇത് എഴുതിയ 2 മാർക്ക്. റിട്ട് അധികാരം ഇത് എഴുതിയാൽ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് വേണം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, 1 മാർക്കിന്റെ ചോദ്യം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? ഓക്കെ, ഐഡന്റിഫൈ ദ കേസ് വിച്ച് ജുഡീഷ്യറി അഡ്വാൻസ്ഡ് ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കേശവാനന്ദ ഭാരതി കേസാണ്. ഉത്തരം എഴുതുന്നുണ്ട്. കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസാണ് ഉത്തരമായിട്ടുള്ളത്. ദെൻ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതും കാറ്റഗറൈസ് ക്ലാസിഫൈ ചെയ്യുന്നതന്നെയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, അധികാരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അധികാരം പങ്കിടുന്നതിന് വിവിധ ലിസ്റ്റുകളാക്കിയിട്ടാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ യൂണിയൻ ലിസ്റ്റ് വരുന്ന ഏതൊക്കെയെന്ന് നോക്കുക. ആദ്യം മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പോൾ ഒരു പൊതു സ്വഭാവം വരുന്നതൊക്കെ യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഡിഫൻസ് യൂണിയൻ ലിസ്റ്റാണ്. പോർട്ട്, ഇത് രണ്ടും യൂണിയൻ ലിസ്റ്റ്. ദെൻ അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് മാറിപ്പോകരുത് അല്ലേ. പബ്ലിക് ഹെൽത്ത് ഓക്കെ. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻസറി ആണ് എന്തിൽ വരുന്നത്. ദെൻ 3ാമതായിട്ടുള്ള കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതാണ് കൺകറന്റ്. ട്രേഡ് യൂണിയനും എഡ്യൂക്കേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ, വിദ്യാഭ്യാസവും ദെൻ അതുപോലെ തന്നെ തൊഴിൽ സംഘടനകളുമാണ്. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട്. ഓരോന്നിനും 1/2 മാർക്ക് വീതമായിരിക്കും. ശരിയാക്കിയ ഓരോന്നിനും 1/2 മാർക്ക് വീതമായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അടുത്തത് ഹു ഈസ് ദ കൺസിഡർ ഫാദർ ഓഫ് ലോക്കൽ ഗവൺമെന്റ് അല്ലേ. ലോർഡ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ തദ്ദേശ ഗവൺമെന്റുകളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, ജെ.എസ്. മില്ല് നമുക്കറിയാം ഓൺ ലിബർട്ടി ആണ്. ജെ.എസ്. മില്ല് ഓൺ ലിബർട്ടി. ലോങ് വാക്ക് ടു ദി ഫ്രീഡം നെൽസൺ മണ്ടേല. സാത്താനിക് വേഴ്സ് സൽമാൻ റുഷ്ദി ആണ്. രാമായണ റീടോൾഡ് അബ്രി മേനോൻ. വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ സോൾവ് ചെയ്യാം. ദെൻ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലെ ലാസ്റ്റ്. ഓക്കെ, നെയിം ഓഫ് 20th century ജർമ്മൻ ഫിലോസഫർ ഹു ലിവ്ഡ് കോൺഫ്ലിക്റ്റ് ഫെസിലിറ്റേറ്റ്. ഓക്കെ, സംഘർഷത്തിലൂടെ മാത്രമേ നാഗരികത പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫെഡറിക് നീഷയാണ് ഉത്തരം എഴുതുന്നുണ്ട്. ഫെഡറിക് നീഷെ ആണ് ഉത്തരം. ഓക്കെ, 9ാമത്തെ ഉത്തരം ഫെഡറിക് നീഷെ.
ദെൻ അടുത്തത് ലാസ്റ്റ്, ഇതും ക്ലാസിഫൈ ചെയ്യാനാണ്. പൊളിറ്റിക്കൽ റൈറ്റും രാഷ്ട്രീയ അവകാശമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് റൈറ്റ് സാമ്പത്തിക അവകാശങ്ങളുണ്ട്. ഇത് ക്ലാസിഫൈ ചെയ്യാനാണ്, വളരെ എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ് ടു വേജ് ഇതൊരു സാമ്പത്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് നമുക്ക് എക്കണോമിക് ആണ്. റൈറ്റ് ടു വോട്ട് ഇതൊരു രാഷ്ട്രീയ സ്വഭാവമാണ്, അപ്പോൾ അത് പൊളിറ്റിക്കൽ. റൈറ്റ് ടു വർക്ക് അത് എക്കണോമിക് റൈറ്റ് ആണ്. റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടി ഇതും 1/2 മാർക്ക് വീതമാണ്. ഓക്കെ, വേതനത്തിനുള്ള അവകാശം എക്കണോമിക് ആണ്, വോട്ടവകാശം പൊളിറ്റിക്കൽ ആണ്, തൊഴിലെടുക്കാനുള്ള അവകാശം എക്കണോമിക് ആണ്, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള അവകാശം പൊളിറ്റിക്കൽ ആണ്.